നിന്നെയൊക്കെ ഇന്ന് സായിപ്പന്മാർക്ക് കൂട്ടി കൊടുക്കാൻ പോവാ. അരപ്പും കൂട്ടി നാണം കണ്ട. Kuttanad is the most beautiful place in God's own country. And the backwaters here are the network of villages, lots of interconnecting freshwater lakes, lagoons, rivers and canals. The geographical significance of this land is that it's below sea level. It is the only one of its kind in the world. This land is also known as the rice bowl of Kerala and the land of green magic. സ്റ്റോക്ക് തീർന്നു. See, Mr. Goban, what about the entertainment program? Endo? Excuse me. തൊഴിലാളി അരി കഴുകുന്തോറും കറുത്ത് കറുത്തുവല്ല. എന്തായി? എന്താടാ നിന്റെ സായിപ്പേട്ടൻ ആവശ്യമില്ലാത്ത ചോദ്യം പോലും ചോദിച്ചാ? അയാളെ കണ്ടാൽ തന്നെ അറിയാം, വല്ല ജിജ്ഞാസിയ. അപ്പൊ നേരത്തെ നീ പറഞ്ഞ റഷ്യൻസ് ആണെന്ന്. What time is the sunrise? എന്താ Sunrise? Sunrise? സൺറൈസാ? ദിസ് ഈസ് ബസുമതി റൈസ്. What? മോർണിംഗ് 5:30. Oh, thank you. യോ വെൽക്കം. എന്താന്ന്? രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം ചോദിച്ചാ. പിന്നെ രാവിലെ എണീക്കാൻ വേണ്ടി സൂര്യൻ രാത്രി അലാരം വെച്ചല്ലേ കിടന്ന് ഉറങ്ങണത്. ഷാപ്പിന്റെ മുറ്റത്തെ ആടുന്ന തെങ്ങേ ഒരു കുളക്കഴിൽ കളം തരാമോ? നെല്ലിന്റെ തണ്ട് മണക്കുന്ന കാറ്റ് ഷാപ്പിലെ കരിയുടെ മണം തരാമോ? തകതിന്നം തെയ്യന്നം പാട്ട് കേട്ടിട്ടോ തെങ്ങോല കൈയുകൾ താളം മുട്ടുന്നേ. കായൽ മീൻ കുഞ്ഞുങ്ങൾ തുള്ളിച്ചാടുന്നേ. ഓളപ്പരപ്പിലെ വെള്ളം പായുന്നേ. ആലേലോ പൂലേലോ ആലേ പൂലേലോ ആലേലോ പൂലേലോ. വെൽക്കം ടു മൈ വില്ലേജ്. പ്ലീസ് കം ദിസ് വേ. നമസ്തേ. Namaste. പ്ലീസ്. Thank you. Namaste. നമസ്തേ. Oh, nice. This way. And this is my office. We have computers, കൂടാതെ net connection. You can check your mail. Oh, fine. Please relax for some time. I will be Okay, back okay. after some time. കുറ്റനാടി ആ. കാശ്. ശരി. കുര്യച്ചന്റെ ഹൗസ് ബോട്ട് നോട്ടൊന്നും ഇല്ലേ? 2 ദിവസമായിട്ട് കടവിൽ തന്നെ ഉണ്ടല്ലോ. ഓ മടുപ്പ. സീസൺ ഭയങ്കര മോശമല്ലെന്ന്. എന്തും മടുപ്പായാലും ഗോപൻ എന്ന് സായിപ്പുണ്ട്. അത് അവന്റെ മനസ്സിന്റെ നല്ല ഗുണം. വേലയും കൂലിയില്ലാതെ തിണ്ടിത്തിരിഞ്ഞ് ഭൂമിക്ക് ഭാരമായിട്ട് കിടക്കുന്ന 3 ചേട്ടന്മാരെ ആ പാവം തീറ്റിപ്പോറ്റിനോന്ന് ഒടേ തമ്പുരാൻ അറിയാം. അതുകൊണ്ട് കൊടുക്കുന്ന താമസിയാതെ വള്ളം ബാങ്കാരം കൊണ്ടുപോകും. അതന്നെ അവർക്ക് ഓട്ടമുണ്ട്. ഓട്ടം നിർത്തിച്ചുള്ള കൊണ്ടുപോകായിരിക്കും. ലോണത്തെ തിരിച്ചെടുക്കണേ. ഗോപാ വാടാ ഇരിക്കി. ശരി. ഇന്നലെ വൈകിട്ട് നമ്മുടെ ബാങ്ക് മാനേജർ മാത്യു സാർ വീട്ടിൽ വന്നായിരുന്നു. ഓസിന് അവസാനം അവിടെ വന്ന് ചന്ദ്രേട്ടാ, ഒരു ചായ. നിന്റെ ബോട്ട് ബാങ്ക് ജപ്തി ചെയ്യുന്ന ഭീഷണി. ബാങ്കിൽ നിന്ന് പേപ്പർ വന്നായിരുന്നു. അടയ്ക്കണം. അടക്കരുത്. വിമാനം മേടിക്കാൻ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തവന് ജപ്തിയില്ല. ഒരു വള്ളം മേടിക്കാൻ 2 ലക്ഷം ലോൺ എടുത്തവന് ജപ്തി. അതേത് പുന്നത്താങ്കരയിലെ ജനാധിപത്യോ? ഇങ്ങേരിങ്ങനെയൊക്കെ പലതും പറയും. കൈ കാശില്ലാത്തതിന് ഹൗസ് ബോട്ട് വാങ്ങിച്ചതാ ഇങ്ങനെ ഇരിക്കും. നീ അതൊക്കെ വിറ്റ് കടമൊക്കെ വീട്ടി വല്ല കട്ടയും കുത്തി ജീവിക്കാൻ നോക്ക്. നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ. ഓ അതാണപ്പൊ മനസ്സിലിരിപ്പ്. കുര്യച്ചോ, വേലയെടുത്ത് ജീവിക്കുന്നവന് ഇത്തിരി കടവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. അതിനൊരു സുഖമുണ്ട്. പക്ഷേ കാർന്നോന്മാരുണ്ടാക്കിയത് വിറ്റിട്ട് ഉണ്ടയടിച്ച് ജീവിച്ചാ നോക്കിയേ, അത് കിട്ടുകയല്ല. ബാങ്കിലെ കാശ് കിട്ടുമ്പോ അടയ്ക്കും. അങ്ങനോട് പറഞ്ഞേര് കേട്ടാ. ഗോപ, ഒന്നിങ്ങോട്ട് വന്നേ. മാറിക്കേട്ടാ. അയ്യോ, ഗോവ ചായ കുടിച്ചിട്ട് പോ. അതാ കുര്യച്ചിന് കൊടുത്തേക്ക് എന്റെ വക. കപ്പയുടെ മോളങ്ങ് കൊയ്യാറായ പാടം പോലെ ആയല്ലോ പിള്ളേ. ഓരോ നെൽമണിയിലും കഴിക്കേണ്ടവന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട് കുര്യച്ചോ. ഇത് കണ്ടിട്ടാടേണ്ട കണ്ണഞ്ചേമ്പേ. ആലപ്പുഴ ജില്ലയിൽ ഞാൻ വിളിക്കാൻ ഇനി ആരും ബാക്കിയില്ല. അല്ല, ഇന്ന് എന്നതാ പതിവില്ലാതെ ക്ലാസിക്കൽ ഡാൻസ്? ഇനി പുതിയ നമ്പർ ഒന്നും ഇടാതെ പിടിച്ചു വെക്കാൻ പറ്റിയല്ല. നമ്പറൊക്കെ കൊള്ളാം, പക്ഷെ വള്ളത്തിൽ വന്ന് ഡാൻസ് ചെയ്യാൻ ആളെ കിട്ടണ്ടേ? ഓ, അങ്ങനെ വലിയ ഡാൻസ് ആയിരുന്നു വേണ്ട. ആ മോഹിനിയാട്ടത്തിന് വേഷവും കിട്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതിയെന്നേ. ഇനിയിപ്പോ ആരും കിട്ടിയില്ലെങ്കിൽ താനായാലും മതി. ഞാൻ മോഹിനിയാട്ടം നടന്ന തന്നെ. എത്രയും പെട്ടെന്ന് ആളെ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാം നടത്താം. ആരാ ഇത്? എനിക്കുള്ളതാ. ഓ, ഹലോ. ആ, ഇല്ല
നമ്മുടെ മാമച്ചന്റെ കടയിൽ എന്തൊരു തിക്കും തിരക്കും. അതെ, നമ്മള് ജോക്കർ ജോസിന്റെ ഭാര്യ മേരിക്കുട്ടി ഗൾഫിൽ പോവുക. ചീട്ട് കളിച്ചിട്ടേ ആ ചേട്ട കുടുംബം പൊളിപ്പിച്ചു. എനിക്ക് കാശുണ്ടാക്കാൻ അവൾ അവിടെ അടുക്കള പണിക്ക് വിടുക. അതിന്റെ യാത്രയപ്പാ. വിസയും ടിക്കറ്റും എല്ലാം ഇതിനകത്തുണ്ട്. പിടിക്കേ. അപ്പോ യാത്രാമംഗളങ്ങൾ. വലിയ ഉപകാരം മാമച്ച. നന്നായി വരൂ മകളെ, ചേർന്ന് നിൽക്ക്. നന്നായി വരൂ മേരിക്കുട്ടി, നന്നായി വരണ്ട. വിളിച്ചോണ്ട് പോ ജോസേ, ബോട്ടിന് സമയമായില്ലേ? ചെല്ലേ. അവന് പെട്ടിയെടുക്കാൻ കണ്ട സമയം. പെട്ടിയെല്ലാം എടുത്തല്ലോ. ആ പെട്ടിയൊക്കെ എടുത്ത് പാസ്പോർട്ടിനകത്ത് വെച്ച്. അല്ല, തിരിച്ചു വരുമ്പോ ഞാൻ എന്താ മാമച്ചന് തരേണ്ടത്? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. വേഗം നടക്ക്. നീ മാമച്ചൻ എന്നാ വേണേ കൊടുത്തോ, എനിക്ക് സമ്മതമാ. വെറുതെ പറയുന്നത്. വേഗം നടക്ക്. ആ ബോട്ട് വന്നല്ലോ, വേഗം നടക്ക്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ എന്നെ പറഞ്ഞാലും ഈ മാമച്ചനെ മറക്കരുത്. ചെന്നിട്ട് വിളിക്കാം. നീ എന്നെ വിളിച്ചില്ലേലും ഇടയ്ക്കിടയ്ക്ക് ഈ മാമച്ചനെ വിളിച്ചോണ്ടിരിക്കണം. ജോക്കറെ, നീ കുറെ നേരമായി കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല. അതെ, വിസയുടെ ബാലൻസ് 10,000 രൂപ. ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പോൾ തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും, ഇടിയും തരും. മനസ്സിലായല്ലോ? മനസ്സിലായി. എന്നാ പോക്കോ. കുട്ടി കഴിക്കും. തിരിച്ചു വരുമ്പോഴെങ്കിലും തന്നാ മതിയായിരുന്നു. കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന 18ാമത്തെ പെണ്ണായി. വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത്. കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട്. ആളെ വേണോ പറഞ്ഞാ മതി. ഒരു പെണ്ണിനെ വേണം. എന്തിന്? കൊയ്യാനോ മെതിക്കാനോ? ഡാൻസ് ചെയ്യാൻ. രാത്രിയിൽ ഡാൻസോ? എടാ കോഞ്ഞാമണിയാ, എന്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാ. വിളിച്ചിട്ട് ഒരുത്തേയും കിട്ടുന്നില്ല. ആരെങ്കിലും ഒരാളെ ഒപ്പിച്ചേ പറ്റൂ. കുട്ടനാട്ടിൽ നർത്തകികൾ ഉണ്ട്. കൈനഗിരി രേവമ്മന്ന് കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഒരു നാടകളിയില്ലേ, അവരാ വരുന്നത്? അവരല്ല, അവരുടെ മകൾ ദുബായിലെ ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് നിൽക്കുക. എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ. ഞാനാ കൊണ്ടുപോയത്. അവള് കിട്ടുമോ? ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീയാ. ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും. വന്നിരിക്കും. ഒന്ന് വരുത്തു. വരുത്തിയിരിക്കും. വന്നു. മനസ്സിലായല്ലോ, മാമച്ചനൊരു വാക്ക് പറഞ്ഞ വാക്കാന്ന്. നീ ചെന്നാ വലുതിനെ പിടിച്ചു കയറ്റി. എനിക്ക് ആ ഭാരം താങ്ങൂല. വരും. ഹായ്. ഞാൻ അങ്ങോട്ടല്ല, മോൾ ഇങ്ങോട്ട്. സോറി. ഇതാ ഞാൻ പറഞ്ഞ ഗോപൻ, ചക്കാട്ടു ഗോപൻ. ആടുഗോപൻ എന്നും പറയാറുണ്ട്. അടിയുള്ളോണ്ടാ. ഞാൻ കൈനഗരി രേവമ്മ, സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ്. ഇതെന്റെ മകൾ കൈനഗരി ജയശ്രീ. കലാമണ്ഡലം ജയശ്രീ എന്നാക്കണം എന്നായിരുന്നു ആഗ്രഹം. നടന്നില്ല. ഈ പെട്ടിയൊക്കെ ആയിട്ട് സ്കൂളിൽ പോയിട്ട് വന്ന വഴിയാ. ഇത് ഇവള് സ്കൂളിൽ പോകുമ്പോ ഉപയോഗിച്ചോണ്ടിരുന്ന പെട്ടിയാ. ഇപ്പൊ ഇത് മേക്കപ്പ് ബോക്സ് ആക്കി. ഇപ്പോ നാടകമൊക്കെ ഉണ്ടോ? ഇപ്പൊ കുറവാ. കഴിഞ്ഞ കൊല്ലം ഗുരുവായൂർ നാടകം കളിക്കാൻ പോയപ്പോ ബസ് ഒന്ന് മറിഞ്ഞു. 3 മാസം ആശുപത്രിയിലായിരുന്നു. ഈ കാണുന്ന തണ്ടും നെടിയൊക്കെ ഉള്ളൂ. അകം മുഴുവനും പഞ്ചറാ. അതൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാലോ. ഇവൻ ഏതാ? ഞാൻ കൊക്കോ. കണ്ടിട്ട് നിർണായയുടെ ലുക്ക്. അതങ്ങനെ കണ്ടു. ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും. കുഞ്ഞമ്മയുടെ മോള് ഗ്യാപ്പ് കളിക്കാൻ പോകും. ഇപ്പൊ തീരം കളിയാ ബോംബേലി നാടകേ. സുശീല ഷട്ടപ്പ്. ചില സമിതികളിൽ കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും. ഞാനില്ലെങ്കിലേ വേറെ ആരെയും വിളിക്കൂ. അതെന്താ അങ്ങനെ? അത് ഞാൻ എളുപ്പം ഡയലോഗ് പഠിക്കേ. ഇവളുടെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. കേട്ടിട്ടുണ്ടോ? കൈനഗരി ധർമ്മൻ. ഞങ്ങള് തട്ടേ വെച്ചാ പ്രേമിച്ചത്. അങ്ങേര് തട്ടേ വെച്ചാ മരിച്ചതും. ഡയലോഗ് തൊണ്ടേ കുടുങ്ങിയായിരിക്കും മരിച്ചല്ലേ? ഇവനെ ഞാൻ അമ്മേ, കാശിന്റെ കാര്യം സംസാരിക്കും. മാമച്ച പറയ്. കാശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കാം. ഞാൻ ബോട്ടിലുണ്ടാവും. ഇതൊരു ചെറിയ ബോട്ടാ. 1-2 ഗസ്റ്റുകൾ മാത്രമേ കാണൂ. പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമേ. ഒരു 10-15 മിനിറ്റ് എന്തെങ്കിലും കാണിച്ചാൽ മതി. എന്നാ പറ്റി തനിക്കങ്ങ് പോയി ചെയ്തൂടെ? അതല്ല, എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തില്. മാമച്ചൻ പറഞ്ഞോണ്ട് മാത്രം ഞങ്ങൾ വന്നത്. എന്ന് വെച്ച് കാശിന്റെ കാര്യത്തിലൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. ഒരു 500-500 ഓക്കെ അല്ലേ? വാമേ, നമുക്ക് പോവാം. അയ്യോ പോലെ, നമുക്ക് സംസാരിച്ചിട്ട്. അത് എന്റെ മോൾക്ക് അധികം സംസാരിക്കണമെന്ന് ഇഷ്ടമല്ല. 1000 രൂപ തന്നാ കളിക്കും. ഇന്ന് 200 രൂപ കൂടി വേണം. അതെന്തിനു? വട വാങ്ങിയതിന്. അതെ.
നിങ്ങൾ വട വാങ്ങി കഴിച്ചാലും ഞാൻ എന്തിനാ കാശ് തരുന്നത്? തലയിൽ വെക്കുന്ന വട. ഓ വട ഇപ്പൊ തലയിലാണോ വെക്കുന്നത്? വട ഞാൻ വീട്ടിൽ വെച്ച് നടക്കാറില്ല. ഇവിടെ പ്രോഗ്രാമിന് വേണ്ടി വാങ്ങിയതാ. അത് ശരി. തിരിച്ചു പോകുമ്പോ തന്നേക്കാം. ആ തന്നേക്ക്. കരിങ്കലം വെക്കുമ്പോ അതിന്റെ അടിയിൽ വെക്കാം. ഇയാള് ഞാൻ സുശീല, നീ മിണ്ടൽ അകത്തോട്ട് കയറി വാ. കയറി വാടാ. അതെ, എന്തെങ്കിലും കുറച്ചുകൂടെ കുറച്ച് ഒന്നും കുറയില്ല. സമ്മതാണെങ്കി ദേ CD.